നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളം മലയാറ്റൂരിൽ മുണ്ടങ്ങമറ്റത്ത് നിന്ന് കാണാതായ വിദ്യാർത്ഥിനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഞായറാഴ്ച രാത്രി 1 മണിയോടെയുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പെൺകുട്ടി വീട്ടിൽ നിന്നും കടയിൽ പോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയതാണ്. ശേഷം തൻ്റെ ആൺ സുഹൃത്തിനൊപ്പം ബൈക്കിൽ വരികയാണ് ഒരു സ്ഥലത്തേക്ക്. എന്നിട്ട് ഒരിടത്ത് ഇറങ്ങിയ ശേഷം മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ഇവർ കൂടാതെ മറ്റൊരു ബൈക്കിൽ മറ്റൊരു പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ട്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും മദ്യലഹരിയിലാണ് കൊലപാതകം ചെയ്തത് എന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്ത് കാരണമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വിശദാംശം വരേണ്ടതായിട്ടുണ്ട്. മുണ്ടങ്ങാമറ്റം സ്വദേശിനി ചിത്രപ്രിയയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാവിലെയോടെയാണ് കണ്ടെത്തിയത്. വോട്ട് ചെയ്യാനെത്തിയ ആൾക്കാരാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം കണ്ടത്. ശേഷത്തും പരിശോധനയിൽ അഴുകിയ നിലയിലാണ്. 2 ദിവസത്തോളം പഴക്കമുണ്ട് മൃതശരീരത്തിനെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സെബിയൂർ കൂരാപ്പിള്ളി കയറ്റത്തിൽ ഗ്രൗണ്ടിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ബംഗളൂരിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ചിത്രപ്രിയ. ശനിയാഴ്ചയോടെ പെൺകുട്ടിയെ കാണാതായി. ഇതിനെ തുടർന്ന് പെൺകുട്ടിയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ തിരച്ചിലൊക്കെ വ്യാപകമാക്കി പോലീസിൽ പരാതി നൽകി. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ആൺ സുഹൃത്തിനോടൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ വളരെ നിർണായകമായി മാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. ഈ ഒരു തിരച്ചിലിനൊടുവിലാണ് പ്രദേശത്തടക്കം വലിയ രീതിയിൽ തിരച്ചിലുണ്ടായിരുന്നു. പെൺകുട്ടിയെ ബൈക്കിൽ പ്രദേശത്ത് കൊണ്ട് വിട്ടു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ പിടിയിലായ അലൻ പറഞ്ഞിരുന്നത്. തുടർന്ന് ഇയാളെ വിട്ടയക്കുകയും ചെയ്തു. അതായത് താൻ ബൈക്കിൽ ആ പ്രദേശത്ത് കൊണ്ടുവിട്ടു എന്ന് അലൻ പറഞ്ഞതോടെ അലനെ വെറുതെ വിട്ടു. പിന്നീട് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതോടെയാണ് അലനെ വീണ്ടും വിളിപ്പിച്ചത്. എന്നാൽ ഒന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല അലൻ. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടർച്ചയായ ചോദ്യം ചെയ്യൽ, അതിലാണ് അലൻ കുറ്റം സമ്മതിച്ചത്. സംഭവത്തിൽ നിർണായക CCTV ദൃശ്യങ്ങളാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. ചിത്രപ്രിയ മറ്റൊരാൾക്കൊപ്പം ബൈക്കിൽ പോകുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസിന് കിട്ടിയത്. ഞായറാഴ്ച രാത്രി 1:53 സമയത്തുള്ള ദൃശ്യങ്ങളാണിത്. മറ്റൊരാൾ ബൈക്കിൽ മുന്നിൽ പോകുന്നത് വീഡിയോയിലുണ്ട്. കാണാതായി 4 ദിവസത്തിന് ശേഷമാണ് വീടിന് 1 കിലോമീറ്റർ അകലെയുള്ള ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് ആദ്യം സംശയിച്ചു. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പിന്നീടാണത് കൊലപാതകമാണെന്ന് മനസ്സിലായത്. പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് കിട്ടി. കാലടി പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറെ നിർണായകമായി മാറും ഈ കേസിനെ സംബന്ധിച്ച്. ആത്മഹത്യയാണോ എന്നതടക്കമുള്ള ആദ്യ ഒരു ചിന്ത പോലീസിന് വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലും കൂടി അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പക്ഷേ പെൺകുട്ടിയുടെ തലയിൽ ആഴത്തിലേറ്റ മുറിവാണ് അതൊരു ആത്മഹത്യയല്ല മറിച്ച് കൊലപാതകമാണ് എന്ന് ഉറപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് സഹായിച്ചത്. തലയിൽ ആഴത്തിലുള്ള മുറിവ് കണ്ടെത്തിയതിനാൽ കൊലപാതകമെന്ന ആ ഒരു ഉറച്ച സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. റോഡരികിൽ നിന്നുള്ള ഒഴിഞ്ഞ പറമ്പിൽ അഴുകിയ നിലയിലായിരുന്നു ഈ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ മാസം 6-ാം തീയതിയായിരുന്നു ചിത്രപ്രിയയെ കാണാതായത്. തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുന്നു. ആൺ സുഹൃത്തിനോടൊപ്പം ചിത്രപ്രിയ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് കിട്ടിയത് അത് വളരെ നിർണായകമായി മാറിയെന്നത് ഏറ്റവും ശ്രദ്ധേയം. അത് മാത്രമല്ല, ഈ അലൻ എന്ന് പറയുന്ന ആൺ സുഹൃത്ത് ചിത്രപ്രിയയെ കാണാതാകുന്നതിന് മുമ്പ് ഫോണിൽ ആൺ സുഹൃത്തിനോടൊപ്പമാണ് ഇവർ സംസാരിച്ചതെന്ന് അടക്കമുള്ള അന്വേഷണവും ഏറെ നിർണായകമായി മാറി. വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള പറമ്പിൽ മരിച്ച നിലയിലാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ജീർണിച്ചു തുടങ്ങിയ മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു. പറമ്പിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു എന്നടക്കമുള്ള വെളിപ്പെടുത്തൽ നാട്ടുകാർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മലയാറ്റൂർ മണപ്പാട്ടുചിറയ്ക്ക് സമീപത്തെ സെബിയൂർ റോഡിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടത്. വളരെ രക്തക്കറി മാത്രമല്ല, മൃതദേഹത്തിന് അടുത്തു നിന്ന് തന്നെ രക്തക്കറിയുള്ള കല്ലും പോലീസ് കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് അലനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഇയാൾ കുറ്റം സമ്മതിക്കുകയും കൊന്നതാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇതോടെ ഇയാൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, അലനടക്കം കൂടുതൽ പേരെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് 10 മണിക്ക് കളമശ്ശേരിയിലാണ് പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക. മരണകാരണം ഉറപ്പിച്ച ശേഷം സമഗ്ര അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി.
മദ്യലഹരിയിലായിരുന്നു താൻ കൊലപാതകം ചെയ്തത് എന്നാണ് ആലൻ പോലീസിനോട് സമ്മതിച്ചത്. മദ്യലഹരിയിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു എന്നാണ് വിവരം. എന്നാൽ എന്താണ് പ്രകോപനം അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, അതിലൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ബംഗളൂരിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയ അവധിക്കായി നാട്ടിലെത്തിയതായിരുന്നു. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു കൊല്ലപ്പെട്ടു എന്ന വിവരം അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.